പാച്ചപ്പ് എലി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിലും നേരെ ഈ കുളത്തിലോട്ട് ആടി ഇങ്ങനെയൊക്കെ ചാവുന്നതാ. പൊങ്ങരുത്. ഈ കോച്ചിന്റെ വീട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്. ബ്രായ ഉണക്കായിട്ടേക്കുമല്ലേ ഇതിൽ അപ്പാപ്പനൊരു റിസോർട്ട് ഉണ്ട് ഉറപ്പാണെന്ന്. കാരണം പേര് ബ്രാവോ എന്നല്ലേന്ന്. മൊത്തം തുപ്പി അടക്കേ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ പിന്നെ വൈകി നടക്കും. ഞാൻ എന്നാ പറയണ്ടേ? അവിടെ പോയപ്പോ ഇവിടെ അവിടെ ഇരുന്ന് അണ്ടി തല്ലുന്നുണ്ട് ഈ ഡോക്ടർ. ഇത് സാബ്ഗുരുവിന്റെ അടുത്ത ഐലൻഡ്. ഇത് സാബ്ഗുരുവിന്റെ ആണോ? ഇത് ഫുള്ള് സാബ്ഗുരുവിന്റെ. എന്റെ അമ്മ. ഞാനപ്പോ ഇവിടെ നമ്മുടെ CCL സെലിബ്രിറ്റീസ് എല്ലാം ഇത് ചെയ്യണ ഒരു കോച്ചുണ്ട്. പുള്ളിയുടെ അവിടെ പോയിട്ട് ഞാനിപ്പോ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഇല്ലല്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ഇവരോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഡെയിലി ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര കുറവ്. കഴിച്ച് എന്റെ അടുത്തൂടെ ഒരു പനി പോയാൽ അപ്പോഴും എന്നെ അത് പിടിക്കും. ഇത് ഇവിടെ വീടിന്റെ ചില്ലിങ് ഏരിയ. ഇതെന്താ എന്റെ ഹൈറ്റ്? ഹലോ ഹലോ, ഇല്ല മന്ദാര ചിന്ന വീട്ടിലുണ്ട് കോച്ചിന്റെ. എടാ ചിന്ന വീടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിടോ. ഇല്ല നമുക്കൊന്നും കുഴപ്പമില്ല, വീട് മാത്രമേ. എടാ ഞാൻ ചെറുതായി പോയെന്ന്. അത് തോന്നലാണ്. കുണ്ണകളെ നീ ഞാൻ വരാത്തപ്പോ ഈ സിറ്റിയിൽ എന്തൊക്കെയോ നടന്നു. അതെല്ലാം എന്റെ തലയിൽ വെച്ച് തരുവാ കേട്ടാ. ഇല്ലില്ല പിന്നെ ഈ കോച്ചിന്റെ വീട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അണ്ണാ? ഫ്രണ്ടിൽ നിന്ന് നോക്കണം. അല്ല ഇതല്ലേ ഫ്രണ്ടിത്തെ വ്യൂ. അല്ല ഇത് ഇവിടുന്ന് കണ്ടിട്ട് അല്ലടാ, ഫ്രണ്ടിൽ പോയിട്ടൊന്ന് കറച്ച് നോക്കണം. ആരെങ്കിലും എടുക്കുകയാണ് അവിടെ? ഇവിടെ ഒന്നും നേരെ നോക്കണ്ട. ഇവിടെ നോക്കണ്ട. ഇതാ വീട്. സൂപ്പർ കോച്ച്. ഇത് പ്രത്യേകം പണിയിപ്പിച്ച കോച്ച്. ഇത് ബ്രായ ഉണക്കായിട്ടേക്കുമല്ലേ? കോച്ചത് വീടാക്കി. ഇത് മനസ്സിലായില്ലേ? പെണ്ണ് വേണ്ടപ്പോ വീട് മതി. മനസ്സിലായ സ്ട്രക്ചർ വെച്ചിട്ട് കോച്ച് മനസ്സിലായിക്കോളൂ. എന്തൊക്കെ തരം ആൾക്കാര് ഇവിടെ. എന്നെ ചെറുതാക്കിയടാ ആരോ. ഒന്ന് വലുതാക്കാൻ പറയടാ. ഇത് പൂൾ കടൽ എല്ലാം ഉണ്ടല്ലോ. എങ്ങനെ ഇത് പോവാ? പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. ഇത് എങ്ങനെ ഇറങ്ങിയത്? ഡോർ ഉണ്ട്. ഇതില് ഡോറുണ്ട്. വലുതായോ? ചെറുതീന്ന് വലുതായോ? ചാറ്റിലെടുത്ത് പറയാ ഇതിൽ അപ്പാപ്പനൊരു റിസോർട്ട് ഉണ്ട് ഉറപ്പാണെന്ന്. കാരണം പേര് ബ്രാവോ എന്നല്ലേന്ന്. ബ്രാവോ. അപ്പാപ്പന്റെ പ്ലാൻ. അയ്യോ, ഇതൊക്കെ പുള്ളിയുടെ വൈബല്ല. ഇതൊക്കെ വൈകുന്നേരം പുള്ളി പണിയതാ. ഇതൊക്കെ ആരും ഒരാൾ പെടലിനെ കൊണ്ട് വന്നു. ഹലോ, നാരദ അതിന് താങ്ക് യു. നിങ്ങൾ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ട്? ഓ, ഒരു മാസത്തേക്കൊന്ന് മരിച്ചു പോയി. ഇന്നലെയാണ് ബോഡി കിട്ടിയത്. ഞാൻ വെച്ച് 10 വയസ്സുള്ള പെണ്ണുങ്ങളെല്ലാം പീഡിപ്പിച്ചൊക്കെ ചെയ്ത് പോയി. നാരദ ഇവിടെന്താ TV ഒക്കെ ഇടാൻ പറ്റുമോ? പറയാലോ. ഇവിടെ കാണാൻ പറ്റും. പുറത്ത് ഇത് ലിങ്ക് ഇവിടെ ഇട്. ഒരുത്തന്റെ ലിങ്ക് എടുത്തിട്ടല്ല. സ്വിച്ച് ഓഫ്ലൈനാ. കിക്കിൽ സ്ട്രീമർ ഉണ്ട്. നല്ല പയ്യന ആക്ച്വലി. കിടലാണ്. ട്വിച്ചിലില്ല, കിക്കിലൊരു പേരുണ്ട്. നൈസാണ്. കുറച്ച് കിടലാണ് അത്. ഈ പയ്യനല്ലേ? കുറച്ച് കിടലാണ് അത്. ഒരു മിനിറ്റ്
അണ്ണാ കമന്റ് ഒക്കെ ഉണ്ടല്ലോ ഗോഡ് ഓഫ് ഏ, വാർ sound ഇല്ലതൊക്കെ ഒക്കെ ചോദിക്കണാണ് ചോദിക്കണ്ടല്ലേ ചെക്ക് ഔട്ട് കുറച്ച് കിടലാണ് ഇത് ഓഫറിലുള്ള തിരിച്ച് തിരിച്ച് കേൾക്കും. സൗണ്ട് വേണ്ടി ചോദിക്കണ്ടല്ലേ ചെക്ക് ഔട്ട് കുറച്ച് കിടലാണ് ഇത് ഓഫറിലുള്ള തിരിച്ച് സൗണ്ട് വേണ്ടി ഒയ്യോ ഇറങ്ങി ഓടിക്കോ അപ്പൊ കോച്ച് ശ്രദ്ധിച്ച കോച്ച് നോക്കണണ്ടാ വല്ല കോച്ച്, ആവശ്യം ഈ കുരുവി ഫുൾ ടൈം കലിപ്പാണല്ലേ சரி சரி இன்னொன்னு தெரியுமா ஆ வீடு இது அது அது தெரியுமா அந்த இந்த ഏത് വീട് அதாவது എന്റെ അളിയ എന്റെ ഞാൻ എന്റെ പെറ്റ മൊത്തി ഞാനല്ല ഇതിൽ ഞെക്കി ഇത് ആരും എന്നെ വലിച്ച് കടലിലൊക്കെ ഇടറേ ഞാൻ ഞെക്കിയോലും ഒന്നിലും എടാ എന്നെ വലിച്ച ആരോ കടലിലൊക്കെ ഇടുവാടാ ഞാൻ ചാടിയില്ല அந்த செகண்ட் இது കണ്ട ഇത് നോക്കണേ ഞാൻ രണ്ട് കൈ ഇവിടെ വെച്ചേക്കുവാണേ ഒന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നന്നെ ഇത്. എടാ പോക്കൃത്തരമാണാ ഇത് വെറും അതാ, കണ്ട അണ്ണനെ വിളിക്കുന്നു മന്ദാര വിളിക്കുന്നു മന്ദാര വിളിക്കുന്നത് അയ്യോ ഓടുന്നു നമ്മളെ ഓടുമ്പോ തന്നെ നാനിട്ട് എന്താ മന്ദാരം അണ്ണ കണ്ട അണ്ണ നമുക്കൊന്നും സിഗ്നലാ അയ്യോ ഞാനിവിടെ കോച്ചിന്റെ ഇതിലുണ്ട് നമ്മളെ സാറ്റലൈറ്റില് നമ്മ കാണുകണ്ട അതെ നോക്ക് ഇതേ ആരാ നോക്ക് ഇതാരാ ഇൻസൈൻ ഡേസിയാ ചൂടെ എന്റെ ബെസ്റ്റ് വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ ഇവനൊക്കെ ഇപ്പോഴും ഐലൻഡിൽ തന്നെയല്ലേ പട്ടി എന്ത് ചെയ്യാനാണ് ഇത് നിന്നെ വിളിച്ച് കൊറേ വിളിച്ച് പിള്ളേരുടെ ഒരു കാര്യം ഫോൺ എടുക്കാതിരിക്കല്ലേ എനിക്കൊരു കാര്യം പറയട്ടെ നിങ്ങൾ വരുമോ ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഈ റൂമിലോട്ട് കയറിയോ എടാ അവിടെ നിന്നാ എല്ലാരും കേക്കും വാ പുറത്തോട്ട് ആ പറഞ്ഞോ കുരുവി എന്തോ നാരദൻ കൊറേ കാലായി എന്റെ പിന്നാലെ നടക്കും ഞാൻ റിജക്ട് ചെയ്ത് വിട്ടു നല്ല കാര്യം വളരെ നല്ല കാര്യം പക്ഷെ പുള്ളി തീരെ അത് വെറുതെ എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല കുറച്ച് സൗണ്ട് കൂട്ടാവോ വാസുവണ്ണം പറഞ്ഞാ പുള്ളി കേൾക്കും ഒന്ന് പറയോ എന്നെ പിന്നാലെ നടക്കരുത് പിന്നെ ഞാൻ ബ്രദറായിട്ടാ കാണാൻ ഞാനൊരു പെങ്ങളെ പോലെ കാണാൻ ഓക്കെ ലൈഫിൽ അങ്ങനെ ഒരു ഓക്കെ പെങ്ങളെ ഓക്കെ നാരദാ നാരദ കുരുവി നാരദനെ ഒരു ആങ്ങളെ പോലെയാണ് കാണുന്നത് ബ്രദറായിട്ട് അപ്പൊ നാരദൻ ദയവ് ചെയ്ത് ഇനി ഈ കുട്ടിയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നാണ് കുട്ടി പറയണത് ലൈഫ് ലോങ്ങിൽ ഒരു ബ്രദർ ആയിരിക്കും ഇനി ദയവ് ചെയ്ത് പുറകെ നടക്കരുതെന്നാണ് കുട്ടി പറയണത് ഞാൻ നിങ്ങൾ ആട്ടാട്ടാന്നല്ലേ വിളിക്കുകയുള്ളൂ പിന്നല്ലാതെ എന്റെ ബെസ്റ്റ് മനസ്സിലാക്കി മാറ്റി വിളിച്ച കേപ്പി ആയിട്ട് പറയാലോ എന്റെ ബെസ്റ്റ് മനസ്സിലാക്കി അയ്യോ അങ്ങനല്ല കുട്ടി എന്നോട് പറയാൻ പറഞ്ഞ കാര്യം നാരദനോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ പറയണതല്ല ഞാൻ പറഞ്ഞ നാരദൻ കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അത് കേക്കൂ കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വിടുന്നതല്ലേ നല്ലത് ഇല്ല എത്ര പേര് കൊറേ കിടക്കന്നെ അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഓറ് നിങ്ങളെ കാണുന്ന പോലെ ആങ്ങളെ പോലെ എന്നെ അതുപോലെ ആങ്ങളായിട്ട് കാണും അല്ലല്ല ആങ്ങളെ പോലെ അല്ലല്ലോ കാണുന്ന ഗുരുവി അല്ലല്ലോ ഒരു ഞാൻ നാലൊരാങ്ങളെ പോലെ അതെ. വന്ന് അതുപോലെ അതേപോലെ അതെ ബസ് ഒട്ടനെ കാണുന്ന പോലെ ഓക്കേ, ഓക്കേ, ഓക്കേ. நீ சொல்லு ബ്രദർ ആയിട്ടില്ലേ കാണുന്നത് ലൈഫ് ലോങ് എന്റെ ആങ്ങളെ ആയിരിക്കും മനസ്സിലായി കാര്യങ്ങൾ അങ്ങനെയാണ് നാരദ മനസ്സിലായി നമ്മൾ മനസ്സിലായി ആഗ്രഹിക്കുന്നതൊന്നും കിട്ടൂല അതാ ചിലത് കിട്ടും ചിലത് കിട്ടില്ല കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുമ്പോ ഏതെങ്കിലും ഒരു എരണം വന്ന് തലയിലും കേറും പിന്നെ എന്റെ അനുഭവത്തിൽ ഇത് ഞാൻ പഠിച്ചതല്ലേ ഒരു അടുത്ത മാസം വരും പൂച്ചതല്ലേ പൂച്ച കടിച്ച് പൂച്ച അടിച്ചാലേ ഞാൻ ശ്രീമർമ്മ കേട്ടത് അപ്പൊ തന്നെ എന്തായാലും കുഴപ്പമില്ല നാരദ നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും സത്യം ഇതുപോലത്തെ തൂമക്കണ്ണീനൊക്കെ വേണ്ട
കൂടെ ബിഗിടിയായിരുന്നു ആന ബിഗിടി ഞാൻ കണ്ടില്ലേ ഈ വായി കൂടുതൽ ബലി ഇടുന്നോളെന്ന് എനിക്ക് വേണ്ട ഇറങ്ങി പണയ ഒരു കൊച്ചുകള് പറയുന്ന വർത്താനാണ് ഇയാൾക്ക് എങ്ങനെ പറയൂ ഇവിടെ എന്നെ ഒരു മുരിമ വേണ്ട പാസ്വേർഡ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമ്പോ മറ്റേ സൗത്ത് ആഫ്രിക്കൻ ലാംഗ്വേജ് യൂസ് ചെയ്യോ? ഉളുപ്പ് 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 നാട്ടിനടുത്ത് മൊത്തം എന്നെ തുപ്പി അടക്കേ ഇവക്ക് പണി ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ പിന്നെയും വൈകി നടക്കും ഞാൻ എന്നാ പറയണ്ടേ ഓരോ മുന്നൊക്കെ പറയണം എനിക്ക് എന്നോട് മാത്രം പറഞ്ഞ പോലെ പ്രശ്നം നീങ്ങുന്നു. എനിക്കിത് പിരാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഞാൻ എന്നാ പിടിച്ചിരുന്നാടാ വേറെ ഒന്നും കഴിയില്ല നമ്മളെ അങ്ങനെ സംഭവം പിന്നെ മനസ്സിലായി. ഇവര് തമ്മിൽ എന്തോ ശത്രുത വൈരാഗ്യം ഉണ്ട്, അവരെന്തോ സംസാരിക്കണം. അതാ സംഭവം നാട്ടുകാരെ മുന്നിൽ അതിനിങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അവർക്ക് എനിക്ക് മനസ്സിലായി, എനിക്ക് പിന്നെ മലയാളം പറഞ്ഞോളൂ. എനിക്ക് നീ എന്നടാ മലയാളമാണ് സംസാരിച്ചത്. കണ്ണൂരൊക്കെ നമ്മളെ എത്ര ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാ, മനസ്സിലായ? അന്നത്തെ ജോഡിന്റെ ഗേൾഫ്രണ്ട് അടുത്തത് ജോഡിന്റെ ഗേൾഫ്രണ്ട് മിയ. നിങ്ങളുടെ കുടുംബത്തിൽ കയറി അപ്പൊ ഇവിടെ എല്ലാവർക്കും പെണ്ണ് സെറ്റ് ആവും. എന്താണ് ടൈമാകുമ്പോ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതൊക്കെ? ഈ സമയത്തൊക്കെ അല്ലേ പാതിരാത്രി ആയില്ല അപ്പൊ ആൾക്കാര് വരുന്നേ മനസ്സിലായോ? രാത്രിയാകുമ്പോ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വരുമോ ഇങ്ങനെ? കോച്ചാനയിൽ ഇപ്പൊ ഒരു വീട് കോച്ചെ ഞാൻ മെഷീനെ കൊണ്ട് തലക്കടിപ്പിക്കും, ഉള്ള ആരും ഞാൻ പറഞ്ഞ കേട്ടാ. ഇത് അല്ല കോച്ചിന് രണ്ടുപേരും കൂടെ വരാനുണ്ടെന്നാ രാത്രി. അതാര് അത് മറ്റേ മറ്റേ ഇതൊക്കെ കാണാൻ വയ്യ സത്യം. ലേറ്റ് നൈറ്റ് നമ്മള് കോച്ച് പോയോ കോച്ച് അണ്ണ ഇങ്ങനെയല്ലേ പറഞ്ഞ മറ്റേ വാറിലെ അസർ എന്ന് പറഞ്ഞത്. ആള് കസറുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. சரி அந்த ரைட் வீடு யாருன்னு தெரியுமா? ലേറ്റ് നൈറ്റ് കുറച്ച് ദിവസം ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. കണ്ണാപ്പി കണ്ണാപ്പി എലി 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 എടാ സ്നൈപ്പേ ഒന്ന് വന്നേ, സ്നൈപ്പേ. വീട് എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കുക, എനിക്ക് പറ്റിയ ഒരു പെണ്ണുണ്ടോ ഇവിടെ? ഉണ്ടാവണ്ണ അന്ന് ഈ കുരുവി നല്ല കുട്ടിയാ, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ മനസ്സിലാവത്തില്ല എന്താന്ന് പറയണെന്ന്. ബഗിട് കകട് അങ്ങനെ എന്തൊക്കെയാണ് സംസാരിക്കണത്. അണ്ണന് മനസ്സിലാവത്തുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുട്ടിയാണ്. റിലേഷൻഷിപ്പ് ഇല്ലാത്ത എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ഇവിടെ. ഒന്നെങ്കിൽ തമിഴായിരിക്കും, അല്ലെ മലയാളം ആയിരിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭാഷയായിരിക്കും. അണ്ണൻ അവസ്ഥ കൊണ്ട് ഇതേ മോബിനെ തന്നെ ഉണ്ടല്ലേ, ഒരു കൊച്ചായ കുട്ടീനെയൊക്കെയാണ് ഇപ്പൊ മോബി കിടക്കുന്നത്. ഡെയ്സിക്ക് വേറെ കുട്ടി ഉണ്ടല്ലേ? ഓ കൊച്ചുണ്ട്. ആ കൊച്ചി ഇപ്പൊ മോബീനെ അച്ചാന്ന് വിളിക്കണ്, നമ്മളെ വലിയ അച്ചാന്ന് വിളിക്കണ്. പെണ്ണില്ലേലും വേണ്ടിയില്ല, അതൊന്നും എങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലായ? ഒരു ഫ്രീ ഒരു കൊച്ചിനെ ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മന്ദാരോണി ഒരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്തതിന് നാളെ ആ കൊച്ചി അവനെ അച്ചാന്ന് വിളിക്കണ്. മന്ദാരത്തിനെ അച്ഛാന്ന് സിറ്റിയിലുള്ള പകുതി ആൾക്കാരെ അവരെ അച്ഛാന്ന് വിളിക്കണേ. ആരൊക്കെയാണോ അവൻ പരിചയപ്പെടുത്തണേ? ഈ ടൈമിൽ വരണം അന്നലെ ഗേൾസിനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് വരണം അല്ലേ? നാളെ തൊട്ടപ്പോ എന്റെ സ്റ്റോറി ലൈവ് ഓൺ ടിക്കറ്റ് 1:30 PM. ഈ സമയം തൊട്ട് ഒരു 4-5 മണി വരെ അണ്ണാ ഇവിടെ കൂത്താട്ടമാണ് ഇവിടെ. നാരദേട്ടനൊരു ഡൗട്ട്. സംശയം അണ്ണാ പറഞ്ഞോ. നമ്മളെല്ലാരും കുരുവിയെ ഒരു പെങ്ങളായിട്ട് കാണണം. അതെ, നിങ്ങളെല്ലാരും കുരുവിയെ അത് ഒരു പെങ്ങളായിട്ട് തന്നെ കാണണം. പറയട്ടെ ആ നമ്മള് പെങ്ങളായിട്ട് നമ്മള് വേറെ നാരദിന വിഷമം അവിടെ ഒന്നും ചെയ്യരുത്. നിങ്ങളെല്ലാരും ഒരു പെങ്ങളെ പോലെ കാണണം കുരുവിയെ. ഓക്കെ, അന്നേരം കൂടെ കാണണമെന്നാ പറയുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇത്ര അനിയന്മാരുള്ളപ്പോ ഇത്ര അനിയന്മാരുള്ളപ്പോ എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മോളായിട്ട് കണ്ടോളാം. അതെ 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 അതൊട്ട് വിഷമിക്കണ്ട. അതെല്ലാം നമ്മളെല്ലാം ഞാൻ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്ത് സ്റ്റേജിൽ കയറാൻ നിങ്ങളല്ലേ? എന്ത് ആയിക്കോട്ടെ, സൂപ്പർ സൂപ്പർ. മനസ്സിലായില്ല. ഞാൻ ഈ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്ത് നിന്ന് അവസാനം സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന നിങ്ങള്. അങ്ങനെ അങ്ങനെ പറയാറായിട്ടില്ല, സ്റ്റേജ് കയറാറായിട്ടില്ല. അതാ നീ അധികം ഇതാക്കാൻ പറഞ്ഞു. അല്ല അട്ടന്റെ സന്തോഷം നമ്മളെ സന്തോഷം. അടുത്ത ആൾക്കാർ വരുന്നു ബാബേ. വരുന്നു മറ്റേ ട്രോഫി കണ്ട ടീം വന്നിട്ടുണ്ട്. അയ്യോ വരണം വരണം വരണം. ഞാനിവിടെ ഈ പന്തലല്ലോ ഇടണോ മോബി? നമ്മളെന്തിനാ?  മടിച്ചു നിക്കല്ലേ,   മടിച്ചു നിക്കല്ലേ.   നമ്മളെന്തിനാ?   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 നമ്മളെന്തിനാ?  മടിച്ചു നിക്കല്ലേ,   മടിച്ചു നിക്കല്ലേ.
ജീവിതം വെറുതെ എടാ മോബിനെ കൊച്ചു നമ്മളെന്തായിരിക്കും വിളിക്കണ വല്യച്ഛന്മാരെ വെല്ലിച്ചാതകട എന്നെ വിളിച്ച അവന്റെ കറ അടിച്ച പൊട്ടിക്കുമല്ലോ. പെരിയപ്പ വല്യച്ഛൻ പാച്ചപ്പ് എലി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിലും ഭേദം നേരെ ഈ കുളത്തിലോട്ട് ആടി ഇങ്ങനെയൊക്കെ ചാവുന്നതാ. പൊങ്ങരുത്. ഇല്ല ഞാൻ വരുന്നത്. ഇല്ല ഞാൻ വരുന്നത്. അല്ല അതിലൊക്കെ ഭേദം ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ ഓപ്ഷനിലും ഭേദം ഇതാണ്. നേരെ വെള്ളത്തിൽ തല മുക്കി ഇങ്ങനെ പുഴുത്തിയിട്ട് തല മണ്ണിനകത്ത് പുഴുത്തിയിരിക്കണം. 2 കാല് മാത്രം മേലോട്ട് പൊങ്ങിയിരുന്നു അവിടെ ഇരുന്ന് മരിക്കുക. അതിലും ഭേദം അതാണ്. വെട്ടി പോകുന്നത് വെട്ടിക്കൊണ്ടേല്ലോ എന്തൊക്കെ പുറയും ഓ നമ്പർ തരാം കുരുവി 3333. ഇതുവരെ കേട്ടോ നാരദേട്ടൻ നമ്പർ പോലും ചോദിച്ചിട്ടില്ല. കുരുവിക്ക് നമ്പർ ചെയ്ത് തരാം. നാരദത്തിലോട്ട് ഒരു നമ്പർ സ്റ്റേജിന്റെ ഒരു സ്റ്റെപ്പ് അപ്പൊ പിന്നെ സിറ്റിയിൽ ആരും ഇല്ല. എടാ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാ? പുതിയൊരു പെങ്കൊച്ച് നേരെ വൈറ്റ് ലിസ്റ്റ് എടുത്ത അല്ല നാരദ ഇങ്ങോട്ട് ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിക്കാം. ഒന്ന് വരുവാടാ നിങ്ങളൊന്ന് വരുവാടാ. എടാ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ്? അതായത് ഒരു പെണ്ണ് വൈറ്റ് ലിസ്റ്റ് എടുത്ത് ഈ സിറ്റിയിലോട്ട് വന്നാൽ അന്ന് തന്നെ കമ്മിറ്റഡ് ആവോ? അന്ന് അല്ല ലീഗൽ ആൾക്കാരായിട്ട് കമ്മിറ്റഡ് ആവും. ഇല്ല അണ്ണ ആദ്യം പ്രപ്പോസ് ചെയ്ത തമ്പിയേട്ടനല്ലേ കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് അവരോട് പ്രപ്പോസ് ചെയ്യുന്നേ അണ്ണ ഞാൻ പറയുന്നില്ല. നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞടാ. എനിക്കടുത്ത ലോട്ടറി അടിച്ചോണ്ട് പോയാനല്ലടാ നീ. അണ്ണ ഉള്ള സത്യം പറയാല്ല 50 വട്ടം ഡെയ്സിനെ മന്ദാരം പ്രപ്പോസ് ചെയ്തു, 50 വട്ടം റിജക്ട് ചെയ്തു. മോബി ആകെ ഒരു വട്ടം. ഞാനില്ല ഞാൻ പോവാണ്ടാ. എല്ലാരും എന്നെ കളിയാക്കുന്നതാണ്. ഈ മോബിയാണെങ്കിൽ എവിടെ പോകുമ്പോ ഈ ഡേസിനെ കൂട്ടിട്ട് വരും. ഒരു മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കിക്കൂടാ. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വിഷമിക്കുന്നിടത്ത് നീ ഇങ്ങനെ കപ്പിളായിട്ട് വരലടാ മോബി. അത് അവര് മാത്രമല്ല എനിക്കും അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ആ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസ് എല്ലാരും മാറിക്കോ പ്ലീസ്. ഞാൻ എന്ത് ഗതികേട് വിഷമിക്കണടാ മന്ദാരം. എന്നെ കൂടെ കരയിക്കല്ലേ നീ. എല്ലാരും കൂടെ എന്നെ കളിയാക്കുന്നുണ്ട്. ഈ സിവന്നവരും നിന്ന് പോന്നവരൊക്കെ എന്നെ കളിയാക്കിട്ട് പോന്നെ. മന്ദാരം നിനക്ക് എവിടെയെങ്കിലും ഉണ്ടാവൂടാ. ഞാനും ഇതുപോലെ ഒരു ദിവസം പൊട്ടിത്തിറങ്ങി. പവർ ബാങ്ക് ഞാൻ കരയുമ്പോ അവള് മൂക്കട്ട പോലും തുറക്കാൻ വന്നിട്ടില്ല. ഇപ്പം വന്നേക്കുന്നു. എന്നോട് സംസാരിക്കാൻ ഞാൻ ഇല്ലേ മിണ്ടാണ്ട് നോക്കങ്ങളെ. ഞാൻ പോട്ടെ. എന്നാ അല്ല നിനക്ക് ഋജുവിലാടാ നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനം. മുള്ളംകല്ലി കാണും. അതായത് പണ്ട് ഇവിടെ താരാന്ന് പറഞ്ഞ പെണ്ണ് ഓളെ ഞാൻ സെറ്റാക്കി എല്ലാം വന്നപ്പോ അത് രായണ്ണം കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ നമ്മള് മീയനെ കണ്ടപ്പോ ഈ മീയ ഇതിനെ കണ്ട് സെറ്റാകാൻ നിന്നപ്പോ അത് ചൂട് കൊണ്ടുപോയി. എല്ലാം പോട്ട് എന്നിട്ട് കെല്ലിനെ കണ്ടിട്ട് ഞാൻ ഇതൊക്കെ ജുഗ്രുവിന്റെ അടുത്ത് സംസാരിക്കാൻ ഏൽപ്പിച്ച് ആ തൂമക്കണ്ണ 2 മണിക്കൂർ സംസാരിച്ചിട്ട് ഓൻ സെറ്റാക്കി. നീ എന്റെ അവസ്ഥ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാ? നീ എന്റെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് ഇവനായിട്ട് സെറ്റായി. ഈ ദേശീയ എന്റെ കൂടെ നടന്ന് ഈ മോബിയായിട്ട് സെറ്റായി. ഇത് രണ്ട് ഇത് ഇനി ഇവരെ കല്യാണത്തിന് പന്തലിടുന്ന തൊട്ട് അവസാനം വേസ്റ്റ് കുഴി ഒഴിച്ച് ഇല ഇടുന്നത് വരെ ഞാൻ ചെയ്യണേ. അതാണ് ചോക്കിട്ട് നിങ്ങൾ അതാലോചിക്കണ്ട. ആരും അതാലോചിക്കണ്ട. കറങ്ങാൻ പോകുമ്പോ അതിന്റെ ഒരു കൊച്ചുണ്ട്. അതിന് അതിന്റെ അപ്പിളം വരെ ഞാൻ കൊണ്ടുപോകണം. ഇതുപോലെ പിന്നെ ഇപ്പൊ ആ കൊച്ചിന് ഞാനെ നോക്കുന്നത് എന്തിനു ചെയ്യാനാണ്? പൊലച്ചിരിക്കാളെ കൊണ്ടേ ഒരാള് വിഷമം പറയുമ്പോ മോബിന്റെ സന്തോഷം കണ്ട ഇത് ശ്വാസം ഈ ഡേസി ഇഷ്ടമായിരുന്നു മന്ദാരത്തിന്. ചുരുക്കി പറഞ്ഞ നീ ഒരു പ്രേമരോഗിയാ. നിനക്ക് എല്ലാരും ഇഷ്ടമാ.
അണ്ണ അങ്ങനെ എല്ലാരും ഒന്നും അല്ല അണ്ണാ. അണ്ണാ ഞാൻ ബ്രേക്കപ്പ് ആയപ്പോ എന്റെ കൊച്ചിനെ പോയി പ്രപ്പോസ് ചെയ്തിരിക്കണേ ഇവൻ. ക്ലാസ് വണ്ടി ഇപ്പൊ നീയും കൂടി ഉണ്ടായിരുന്നോ അളിയാ ഈ മൂവി ആ കൊച്ചായിട്ട് സെറ്റാക്കാൻ നോക്കിയപ്പോ ഞാനാ പറഞ്ഞത് അത് സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ടാ എനിക്ക് താല്പര്യമില്ല. അതും എന്നിട്ട് നീ എന്നെ അങ്ങ് ഇതാക്കിയല്ലടാ നീ. ആയിക്കോട്ടെടാ. അല്ല ഡേസി, ഞാനൊരു പേഴ്സണലാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മന്ദാരത്തിനെ റിജക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒരു റിസൾട്ട് എന്റെ സിസ്റ്റർ മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അപ്പൊ സത്യങ്ങളെല്ലാം പറഞ്ഞോ? ആദ്യത്തെ ചേച്ചി മന്ദാരം ആ കുട്ടീനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ കുട്ടീനെ പറഞ്ഞു. ചേച്ചി, അനിയത്തി, ആരെയൊക്കെ വേണോ നിനക്ക്? അണ്ണ എന്താന്ന് പറ അണ്ണ, അതും കൂടെ ചോദിക്ക എന്താന്ന്. ആ പെണ്ണില്ല അണ്ണ എന്നോട് പറഞ്ഞു ഡോക്ടറാന്ന് ഈ സെറീന. ഹലോ. എന്നിട്ട് ഡോക്ടറാന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം നമ്മ അണ്ടി ഫാക്ടറി ഇല്ല, നമ്മളെ അണ്ടി ഫാക്ടറി അവിടെ പോയപ്പോ ഇവിടെ അവിടെ ഇരുന്ന് അണ്ടി തല്ലുന്നുണ്ട് ഈ ഡോക്ടർ. വിശ്വാസം എന്തിനല്ലേ ചെയ്തത്? അതല്ല പോട്ടെ, ഡോക്ടറാന്ന് പറഞ്ഞ നമ്മളതിനെ പറ്റിച്ച് എന്തിനായിരുന്നു? പക്ഷെ ഡോക്ടർ ആയിരുന്നല്ലോ. ടൈം പണി ഏതായാലും ഉണ്ട്. പോയെ ആ ഇതിനൊക്കെ ആ കാരണത്തിൽ നീ ഡിവോഴ്സ് ചെയ്തല്ലേ അവളെ? അല്ലണ്ണ അത്ര വിഷമല്ല അണ്ണ, അത് അമ്പത്തൂരിന്റെ കൂടെ ഇരുന്ന് അണ്ടി തല്ലിയതാണ് അവന് വിഷമമായത്. ഹലോ, ആർക്കാ അത് കണ്ട? അല്ല നീ കൂടുതൽ ഇളക്കണ്ട. നിന്റെ ഗേൾഫ്രണ്ട് അവിടെ ഇരുന്ന് അണ്ടി കണ്ടിട്ടില്ലേ നീയോട് ബ്രേക്കപ്പ് ആയത്? ഓ അടല്ലോടെ അന്ന് ഇവന്റെ ഗേൾഫ്രണ്ട് അവളുടെ ഇവിടെ അണ്ടിയതല്ലേ ബ്രേക്കപ്പ് ആയി. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെയൊക്കെ ബ്രേക്കപ്പ് റീസൺസ്? എനിക്കൊക്കെ എന്റെയൊക്കെ ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ കേട്ടാൽ നിങ്ങൾക്ക് അപ്പൊ വിഷമം വരും.